You've lost track of time, don't know how to feel, but I'm not sorry. I'm lost in your eyes, are you even real? But don't you worry, I'm not looking for the one, no, I just wanna have some fun. Hello everyone, XIAOMIയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് Redmi Note 10 സീരീസിലെ വൺ ഓഫ് ദ ലേറ്റസ്റ്റ് മോഡലായ Redmi Note 10s ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ Redmi Note 10sന്റെ അൺബോക്സിംഗ് പ്ലസ് 3 ആഴ്ചയിൽ പുറത്ത് ഉപയോഗിച്ചതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസും ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ Redmi Note 10ന്റെ റിവ്യൂ ഇട്ടിരുന്നു. ഏകദേശം സെയിം മോഡൽ തന്നെയാണ്. അപ്പോൾ അതിന്റെ വ്യത്യാസങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇലാബറേറ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതും കാണുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് Redmi Note 10s എന്ന് പറയുന്ന പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് Xiaomi Redmi Note 10sന്റെ പാക്കിംഗ്. ഇവിടെ ആയിട്ട് നമുക്ക് കുറേ ബ്രാൻഡിങ്ങും ഇതിൻ്റെ പിക്ചറൊക്കെ കാണാൻ പറ്റും. ആസ് യൂഷ്വൽ വരുന്ന ആ ഒരു സെയിം പാക്കിംഗ് മെത്തേഡ് തന്നെയാണ്. രണ്ട് സൈഡിലായിട്ടും Redmi Note 10s എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഇതിൻ്റെ കീ സ്പെസിഫിക്കേഷനും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന വേരിയൻറ്റ് 6/128GB വേരിയൻ്റ് ആണ്. ടോപ്പ് വേരിയൻ്റ് ആണ്. ഡീപ് സീ ബ്ലൂ ആണ് കളറ്. ആൻഡ് പാക്കിംഗ് കണ്ടൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ആദ്യം തന്നെ വരുന്നത് ഡിവൈസ് തന്നെയാണ്. ഒരു ടെമ്പററി പ്ലാസ്റ്റിക് ഷീറ്റിലൊക്കെ കവർ ചെയ്താണ് വരുന്നത്. പിന്നെ ബാക്കിലായിട്ട് നമുക്കൊരു സ്റ്റിക്കറൊക്കെ കാണാം. ആൻഡ് ഇതാണ് Redmi Note 10s. അപ്പം ഫോണിൻ്റെ ഡീറ്റെയിൽഡ് ഓവർവ്യൂയിലേക്ക് വരുന്നതിന് മുമ്പ് ബാക്കി പാക്കിംഗ് ഡീറ്റെയിൽസ് എന്തായാലും നോക്കാം അല്ലേ. ഫോൺ കൂടാതെ നമുക്ക് ഇതിനകത്തൊരു ബോക്സ് വരുന്നുണ്ട്. ആ ബോക്സിനകത്ത് എപ്പോഴത്തെയും പോലെ ആ ഒരു ബാക്ക് കവറും പേപ്പർ ബോക്സ് തന്നെയാണ്. ഇവിടെ നമുക്ക് സിം എജക്ടർ ടൂൾ സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്ത് നമ്മുടെ ബാക്ക് കവറും പേപ്പർ ബോക്സും ആണ്. യൂസർ മാനുവലിൽ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് കവർ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളതാണ്. പക്ഷേ എന്ത് പറഞ്ഞാലും കുറച്ച് നാൾക്ക് ശേഷം മഞ്ഞയാകും, അല്ലെങ്കിൽ യെല്ലോ കളർ ആകും. ആൻഡ് 33 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഫാസ്റ്റ് ചാർജിങ് ബ്രിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എടുത്തു പറയുന്ന കാര്യം തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ബ്രിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ബ്രിക്കിൻ്റെ കൂടെ നമുക്ക് ഓഫ് കോഴ്സ് വരുന്ന ആ ഒരു ഡേറ്റ കേബിൾ അല്ലെങ്കിൽ ടൈപ്പ് സി ടു ടൈപ്പ് എ ആ ഒരു ചാർജിങ് കേബിൾ നോക്കുകയാണെങ്കിലും അതിന് നല്ല ക്വാളിറ്റിയാണ് Redmi പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നോർമലി ഉള്ളൊരു കേബിളിനെക്കാളും വളരെ മികച്ച ക്വാളിറ്റി എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത്രയുമാണ് ഇതിൻ്റെ പാക്കിംഗ് ഡീറ്റെയിൽസ്. ഇതാണ് Redmi Note 10s. Redmi Note 10 കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ സെയിം സൈസ്, സെയിം ഡിസൈൻ, ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ഡിസൈൻ വേസ് നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഫ്രോസ്റ്റഡ് അല്ലെങ്കിൽ മാറ്റ് ഫിനിഷാണ് വരുന്നത്, മറ്റേ ഗ്ലോസി ഫിനിഷുമാണ് വരുന്നത്. അപ്പോൾ അതാണ് മെയിൻലി ആ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. ആ ഒരു ക്യാമറ കട്ടൗട്ട് ആയാലും ചുരുക്കം പറഞ്ഞാലും അതിൻ്റെ ബാക്ക് കവർ എടുത്ത് ഇതിലിട്ടാലും വർക്കാവും. അപ്പോൾ അത്രത്തോളം സിമിലറാണ്, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല ഇതിൻ്റെ ലുക്കിൽ. ഇതിൻ്റെ ഡിസൈൻ പറയുകയാണെങ്കിൽ നോർമലി Redmi കൊണ്ടുവരുന്ന ആ ഒരു രീതിയിലുള്ള ലുക്കേ അല്ല, കംപ്ലീറ്റ്ലി മാറിയിരിക്കുകയാണ്. അത് നമ്മൾ Redmi Note 10ൻ്റെ വീഡിയോയിലും എടുത്ത് പറഞ്ഞിരുന്നു. വളരെ ഭംഗിയുള്ള ഡിസൈനാണ് ഇവർ ഈ ഒരു സീരീസിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഫ്രോസ്റ്റഡ് ഗ്രേഡിയൻ ലൈക്ക് ഫിനിഷാണ് ഇതിൽ വരുന്നത്. ക്യാമറ പ്ലേസ്മെൻ്റ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ പ്രീമിയം ഫീൽ തോന്നിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ്. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ പവർ ബട്ടൺ കാണാൻ പറ്റും. അതിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. പിന്നെ വോളിയം റെക്കോഴ്സും ഉണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സിം ട്രേ ആണ് വരുന്നത്. അതുപോലെ ബോട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈപ്പ് സി പോർട്ടും മൈക്കും ഹെഡ്ഫോൺ ജാക്കും സ്പീക്കേഴ്സും വരുന്നുണ്ട്. മുകളിലായിട്ട് നമുക്ക് സ്റ്റീരിയോ സ്പീക്കറിൻ്റെ അടുത്ത സ്പീക്കറും IR ബ്ലാസ്റ്ററും അതുപോലെ സെക്കൻഡറി മൈക്രോഫോൺസും ആണ് വരുന്നത്. ഡെഡിക്കേറ്റഡ് സിം സ്ലോട്ടാണ് ഇതിൽ കിട്ടുന്നത്. 2 സിമ്മും മെമ്മറി കാർഡും അറ്റ് എ ടൈം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ ഡിസൈനിൽ മറ്റുള്ള കാര്യം പറയുകയാണെങ്കിൽ IP53 സ്പ്ലാഷ് ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വാട്ടർ പ്രൂഫ് അല്ല, സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ 178 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 8.3 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ ഡിസൈനും വെയിറ്റും തിക്നെസ്സും എല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ലൈഫിൽ നല്ല രീതിയിൽ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡി ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിൽ അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.43 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 1080x2400 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ. 20:9 ആസ്പെക്ട് റേഷ്യോ ആണ്. 409 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി. ഞാൻ Redmi Note 10 റിവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു ഗുഡ് ക്വാളിറ്റി AMOLED പാനൽ തന്നെയാണ് Redmi ഇത്തവണ കൊടുത്തിരിക്കുന്നത്. സ്ഥിരമുള്ള ഒരു LCD പാനൽ മാറ്റി AMOLED കൊടുത്തിരിക്കുകയാണ്. ആൻഡ് അതിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നത്. സ്ക്രീൻ റിഫ്രഷ് റേറ്റ് നോക്കുകയാണെങ്കിൽ 60 Hz ആണ് നമുക്ക് ലഭിക്കുന്നത്. നോൺ പ്രോ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ 60 Hz ആണ്. ഈ പ്രൈസ് പോയിന്റിൽ അത് വലിയൊരു കുഴപ്പമായിട്ട് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് 3യുടെ സപ്പോർട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ പറ്റി ഒരു സമ്മറി പറയുകയാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് AMOLED പാനലാണ്. നല്ല വ്യൂയിങ് ആംഗിൾസ് ആണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റസ്റ്റ് പാനലാണ്. സോ ഡിസ്പ്ലേ വൈസ് നമുക്ക് നല്ലൊരു പെർഫോമൻസ് ആണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ Android 11 ആണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള MIUI 12.5 ആണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ MIUI പറ്റിയുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ Redmi Note 10 ഞാൻ വളരെ ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞായിരുന്നു. ഒരുപാട് കുറേ ബ്ലോട്ട് വേഴ്സും അതുപോലത്തെ അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്.
കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ അഡ്വാൻറ്റേജസും ഇതിലുണ്ടെന്ന്. അതായത് അതിൽ ഞാൻ എക്സ്പെഷ്യലി എടുത്ത് പറഞ്ഞിരുന്നു നോട്ടിഫിക്കേഷൻ ഷെയ്ഡിൻ്റെ കാര്യവും അങ്ങനെ കുറേ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സെറ്റിങ്സിൻ്റെ കാര്യമൊക്കെ അതിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ MIUIയിലുള്ള ഒരു പ്രശ്നമാണ് ഈ ബ്ലോട്ട് വെയേഴ്സ്. അപ്പം MIUI യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. പിന്നെ ഈ ഒരു ഓക്സിനോയ്സ് അല്ലെങ്കിൽ 1UI ഇങ്ങനത്തെ UIs എന്നൊക്കെ ഇതിലോട്ട് വരുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആദ്യമൊക്കെ. നെഗറ്റീവ്സ് ആയിട്ട് കുറേ പോയിൻറ്റ്സ് ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഓവർടേക്ക് ചെയ്യുന്ന കുറേ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് റെഡ്മി ഈ പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ ഈ സീരീസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് 10 സെക്കൻഡേക്ക് മാത്രമേ ഓൺ ആക്കി ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു പോരായ്മയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഇതിൻ്റെ സെറ്റിങ്സിൽ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഒരു ഫോൺ തന്നെ രണ്ടായിട്ടൊക്കെ ഉപയോഗിക്കാം. അങ്ങനത്തെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഒരുപാട് MI കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ MIUI 12.5 ഈ ബ്ലോട്ട് വേഴ്സും അങ്ങനത്തെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അത്യാവശ്യം കുറച്ച് നമുക്ക് വേണ്ട രീതിയിലുള്ള കുറേ ഫീച്ചേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. MIUI പഴയതുപോലല്ല, നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വരും കാലങ്ങളിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന് ചിപ്സെറ്റ് നോക്കുവാണെങ്കിൽ നമുക്കിതിൽ സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് അല്ല വരുന്നത്. ബാക്കി എല്ലാത്തിലും നമുക്ക് സ്നാപ്ഡ്രാഗൺ ആണ് വരുന്നത്. നോൺ പ്രോ ആയിട്ടുള്ള നോട്ട് 10 പ്രോ മാക്സിലൊക്കെ നമുക്കതാണ് കിട്ടുന്നത്. ഇതിൽ നമുക്ക് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 പ്രോസസ്സറാണ് വരുന്നത്. 12nm ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. അപ്പോൾ മറ്റുള്ള പ്രോ വേരിയൻസ് അല്ലെങ്കിൽ മറ്റുള്ള നോട്ട് 10 ഒക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു വേരിയൻറ്റിലാണ്. അതായത് നോട്ട് 10s നമുക്ക് ഏറ്റവും നല്ല പെർഫോമൻസ് കിട്ടുന്നത്. കാര്യം മീഡിയാടെക് ഹീലിയോ G95 ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടൊരു ഫോണാണ് നിങ്ങൾക്ക് റെഡ്മി നോട്ട് 10 സീരീസ് മൊത്തത്തിൽ വേണ്ടെങ്കിൽ നോട്ട് 10s ആയിരിക്കും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. മാലി G76 MC4 ആണ് ഇതിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂ ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് സ്മൂത്തിൽ എക്സ്ട്രീം PUBG മൊബൈൽ അല്ലെങ്കിൽ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യയിൽ നമുക്ക് സ്മൂത്തിൽ എക്സ്ട്രീമും HDR അൾട്രയും നമുക്ക് കളിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ എടുത്ത് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ റെഡ്മി നോട്ട് 10 പ്രോ മാക്സ് ഏറ്റവും വലിയ ഹയർ വേരിയൻറ്റിനകത്ത് പോലും നമുക്ക് സ്മൂത്തിൽ എക്സ്ട്രീം കിട്ടില്ല, HDR കിട്ടത്തില്ല. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ റെഡ്മി നോട്ട് 10 സീരീസിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്തേക്കുന്ന മോഡൽ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗെയിമിംഗ് ആണ് ഇമ്പോർട്ടൻസ് എന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ മോഡലാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ റെഡ്മി നോട്ട് 10ൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഇതിലുള്ളതെന്ന് വെച്ചാൽ പെർഫോമൻസ് തന്നെയാണ്. കാര്യം അതിൽ നമുക്ക് മൾട്ടിമീഡിയ ആണ് മെയിനായിട്ട് പുഷ് ചെയ്യുന്നത്, മൾട്ടിമീഡിയയും ക്യാമറയും. അപ്പോൾ ഇതിൽ മൾട്ടിമീഡിയ പ്ലസ് പ്രോസസ്സിംഗ് ആണ് അവർ പുഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഒക്ടാകോർ പ്രോസസ്സറാണ്. പ്രോസസ്സർ ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് നല്ല പെർഫോമൻസ് തന്നെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിൽ ഹീറ്റിംഗ് ഇഷ്യൂ അത്യാവശ്യം ഉണ്ടെന്ന് ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു. വലിയ രീതിയിലല്ല, എന്നാലും അത്യാവശ്യം നമുക്ക് അറിയുന്ന രീതിയിൽ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ ആയിട്ട് തന്നെ ഇതിലുണ്ട്. നല്ല ഹീറ്റ് ആവുന്നുണ്ട് ഫോൺ. അത് ക്യാമറ യൂസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഗെയിം കളിക്കുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫോൺ ഹീറ്റ് ആവുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറ റെഡ്മി നോട്ട് 10 നോക്കുവാണെങ്കിൽ അതിൽ നിന്ന് ഇമ്പ്രൂവ് ആയിട്ടുള്ള മറ്റൊരു ഫാക്ടറാണ് ഇതിൻ്റെ ക്യാമറ. 64 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറാണ് ഇതിൽ വരുന്നത്. 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാപിക്സലിൻ്റെ മാക്രോയും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ഇതിൽ വരുന്നുണ്ട്. LED ഫ്ലാഷ്, HDR, പാനോരമ എന്നീ നോർമൽ ഫീച്ചേഴ്സ് ഒക്കെ ഇതിലുണ്ട്. 4K at 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. മറ്റേലും അത് തന്നെയാണ്. കൂടാതെ 1080p 60 FPS നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ നോക്കുവാണെങ്കിൽ 13 മെഗാപിക്സൽ വൈഡ് ക്യാമറയാണ്. അവിടെ നമുക്ക് 1080p 30 FPS ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ക്യാമറ റെഡ്മി നോട്ട് 10 വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് സാച്ചുറേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിലിങ്ങിലും കുറച്ച് കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു റെഡ്മി നോട്ട് 10 ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ചില കാര്യങ്ങൾ റെഡ്മി നോട്ട് 10 ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിൽ ക്യാമറ, വീഡിയോ, വിഷ്വൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സലൻറ്റ് വിഷ്വൽസ് തന്നെയാണ്. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇതിലെ പ്രോസസ്സർ G95 ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ ഹീറ്റിംഗ് ഇഷ്യൂ ഇതിൽ വരുന്നുണ്ട്. സോ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്കുണ്ട എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 4K at 30 FPS ഷൂട്ട് ചെയ്തപ്പം ഇതിൻ്റെ വിഷ്വൽസ് ഒക്കെ പക്ക തന്നെയാണ്, നല്ല ഡീറ്റെയിലിംഗ് ആണ്, അടിപൊളി വിഷ്വൽസ് തന്നെ നമുക്കിതിൽ കിട്ടും. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഹീറ്റിങ്ങിൻ്റെ വാർണിംഗ് വന്നായിരുന്നു. ഡിവൈസ് ഹീറ്റഡ് എന്ന് പറഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞായിരുന്നു എനിക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റിയിരുന്നത്. അപ്പം അത് ഈ ഒരു പ്രോസസ്സറിൻ്റെ പോരായ്മ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഡെയിലി ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് ഇതിൻ്റെ വീഡിയോ തന്നെയാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പം ഈ ഒരു 4K 30 FPS എസ്പെഷ്യലി എടുക്കുമ്പോൾ ഈ ഒരു ഹീറ്റിംഗ് വരുമ്പം കുറച്ച് നേരം കഴിയുമ്പോൾ വിഷ്വൽസ് ലാഗ് ആവുന്നുണ്ട്. ലാഗായാണ് ഈ ഒരു വാർണിംഗ് മെസ്സേജ് വരുന്നത്. റെഡ്മി നോട്ട് 10 പ്രോ മാക്സിലും കുറച്ച് നേരം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഹീറ്റിംഗ് വാർണിംഗ് വരുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് LED ഫ്ലാഷ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇതിൽ നമുക്ക് വിഷ്വൽസ് നല്ല രീതിയിൽ ലാഗായിട്ട് പോസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കാര്യം ഒരു പോരായ്മയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാമറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രോസസ്സറിൻ്റെ മേലിൽ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡ്മി നോട്ട് 10 ചൂസ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ പ്രോസസ്സറാണ് നിങ്ങൾക്ക് മെയിനെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ ക്യാമറയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് ക്യാമറ സാമ്പിൾസ് ഞാൻ നിങ്ങളെ കാണിക്കാം. For now
ഫിംഗർ പ്രിൻറ്റ് ആൻഡ് ഫേസ് ID പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഈ ഒരു ബഡ്ജറ്റിലെല്ലാം ആ ഒരു സെയിം സ്പീഡ് തന്നെയാണ്. പിന്നെ ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ്. പവർ ബട്ടണിൽ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫേസ് ID, അപ്പോൾ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ടച്ച് ID അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് തന്നെയാണ്. ഇനി ഇതിൻ്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്കിതിൽ AMOLED പാനൽ വരുന്നുണ്ട്, സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്, ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. മൾട്ടിമീഡിയ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഈ സ്റ്റീരിയോ സ്പീക്കറിൽ വരുമ്പോൾ കുറച്ചുകൂടെ ലൗഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഡിവൈസുകൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കറിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ സ്റ്റീരിയോ സ്പീക്കറൊക്കെ നൽകിയിരിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ മൾട്ടിമീഡിയയുടെ ആ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ എസ്പെഷ്യലി IR ബ്ലാസ്റ്ററൊക്കെ നമുക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നൊരു പോയിന്റ് ഓഫ് ഒരു ഫീച്ചർ തന്നെയാണ്. ഈ ഒരു ബ്രാൻഡ് മാത്രമേ എപ്പോഴും ഫോണുകളിൽ അത് കൊടുക്കത്തുള്ളൂ. കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇതുവരെ അവർ കളഞ്ഞിട്ടുമില്ല. അപ്പം ആ ഒരു കാര്യം എടുത്ത് പറയേണ്ട തന്നെയാണ്. ഇതിൻ്റെ RAM ടൈപ്പ് നോക്കുവാണെങ്കിൽ LPDDR4X ടൈപ്പാണ്. അതുപോലെ തന്നെ സ്റ്റോറേജ് UFS 2.2 ആണ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വേരിയൻസ് എന്ന് പറഞ്ഞാൽ 664 അതുപോലെ തന്നെ 6/128 ആണ്. 664 GB വേരിയൻറ്റിന് നമുക്ക് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 14,999 ആണ്, അതായത് 15,000 ആണ്. അതുപോലെ 6/128 GB വേരിയൻറ്റിന് 16,000 ആണ് ഇപ്പോൾ കറന്റ് നമുക്ക് വരുന്ന മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കളേഴ്സ് പറയുകയാണെങ്കിൽ ഷാഡോ ബ്ലാക്കും ഫ്രോസ്റ്റ് വൈറ്റും ഡീപ് സീ ബ്ലൂ ആണ് ഇപ്പോൾ നമുക്ക് കറന്റ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ്. ഇനി ഈ പ്രോഡക്റ്റ് നിങ്ങൾ എന്തിനു ചൂസ് ചെയ്യണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈമറി ഉദ്ദേശം പ്രോസസ്സിങ്ങും അതുപോലെ തന്നെ മൾട്ടിമീഡിയ ആണ് നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ 33 വാട്ട് പ്ലസ് 5000 mAh ഇറ്റ്സ് ഓക്കെ ആണ്. അതേപോലെ തന്നെ നമുക്കൊരു ഡെയിലി ലൈഫിൽ നമുക്ക് 1 ഡേ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചാർജ് നിൽക്കുന്നുണ്ട്. ഇൻ കേസ് ചാർജ് തീർന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്യാനും വരുന്നുണ്ട്. അപ്പോൾ ബാറ്ററി വൈസ് നമുക്ക് ഈ ഒരു പ്രൈസിൽ വാല്യൂ ഫോർ മണി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Redmi Note 10 സീരീസിലെ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉള്ള ഫോൺ ഇത് തന്നെയാണ്. Redmi Note 10 Pro Maxൽ പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി പെർഫോമൻസ്, പിന്നെ മൾട്ടിമീഡിയ, അത് കഴിഞ്ഞാണ് ക്യാമറ. അങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ പെർഫോമൻസിന് ഏറ്റവും ബെസ്റ്റ് Redmi ഫോൺ അല്ലെങ്കിൽ ഇപ്പോൾ കറന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ബഡ്ജറ്റിൽ Redmi Note 10 സീരീസിലെ Note 10s തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ക്യാമറയാണ് ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ബഡ്ജറ്റിൽ Redmi Note 10 എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറച്ച് പ്രൈസും കുറവാണ്, 1000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ വെച്ച് നിങ്ങളുടെ മെയിൻ യൂസ് എന്താണെന്ന് നോക്കുക. നിങ്ങൾക്ക് മൾട്ടിമീഡിയ രണ്ടിലും ഏകദേശം സെയിം ആയിരിക്കും. Redmi Note 10ലും Note 10sലും സെയിം എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. അപ്പോൾ പ്രോസസ്സിങ്ങും ക്യാമറയും അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താ നിങ്ങൾ നോക്കുക, അതിനനുസരിച്ച് നിങ്ങൾ മേടിക്കുക. ഇന്നത്തെ അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇനിയും ഇതേലത്തെ വീഡിയോസിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ആക്കുവാണെങ്കിൽ ഞാൻ ഇതേലത്തെ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ.